ഹായ് ഫ്രണ്ട്സ്, BNK ടെക്നോളജീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എപ്സൺ എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സൺ L3110 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇങ്ക് റീഫില്ലിങ്ങും ഫസ്റ്റ് ഇൻസ്റ്റാളേഷനും എല്ലാം ഉള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷേ അതിൽ അൺബോക്സിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇതിൽ ഫുൾ കണ്ടന്റും ഉണ്ട്. ഫസ്റ്റ് പ്രിന്റിങ്ങും ഫസ്റ്റ് സ്കാനിങ് എങ്ങനെയാണെന്നുള്ള എല്ലാം ഉള്ള ഒരു ഫുൾ കണ്ടന്റ് വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോൺ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടി നിങ്ങൾ ഫ്രണ്ട്സാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്സൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സൺ L3110 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എല്ലാം ഉള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ബോക്സ് മേൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഇങ്കിൻ്റെ ഏത് ടൈപ്പ് ഇങ്കാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എപ്സൻ്റെ 003 എന്ന മോഡൽ ഇങ്കാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ മാറി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഡ്രൈവർ CD ആണിത്. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ യൂസർ ഗൈഡ് യൂസർ മാനുവലുള്ള ഒരു ബണ്ടിലാണ് മുകളിൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇതാണത്. അപ്പം ഇത് മാറ്റി വെക്കുന്നു. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ഇത് പ്രിൻ്ററിൻ്റെ പവർ കോഡ്, അതായത് പ്രിൻ്റർ ഓൺ ആക്കാനോ ഓഫ് ചെയ്യാനുള്ള പവർ വരുന്ന കേബിൾ, കണക്ട് ചെയ്യുന്ന കേബിളാണിത്. ഇത് മാറ്റി വെച്ചു. പിന്നെ വന്നിട്ട് തെർമോക്കോൾ പീസ് ഒഴിവാക്കി, രണ്ട് തെർമോക്കോൾ പീസ് ഉണ്ട്, അത് ഒഴിവാക്കി. ശേഷം ഇവിടെ ഇങ്ക് ബോട്ടിലാണ്, 4 ഇങ്ക് ബോട്ടിലാണ് വരുന്നത്. 4 കളറാണ് വരുന്നത്: ബ്ലാക്ക്, യെല്ലോ, സിയാൻ, മജന്ത. കോഡ് ഞാൻ നേരത്തെ പറഞ്ഞു 003 ആണ്. മാറി വേറെ ഇങ്ക് ചോദിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന USB കേബിളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റർ ഈ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കാം. പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചു. ശേഷം ഈ കവർ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ആ കവർ റിമൂവ് ചെയ്തു. ശേഷം ഇനി ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ഈ ബ്ലൂ കളർ ടാപ്പുകൾ റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യാതെ പ്രിൻ്റർ ഒരിക്കലും ഓൺ ചെയ്യാനോ ഇങ്ക് റീഫിൽ ചെയ്യാനോ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബ്ലൂ ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം മസ്റ്റായിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലൂ ടാപ്പുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് പുതിയ പ്രിൻ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ അടുത്തുള്ള നിയറസ്റ്റ് എപ്സൻ്റെ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അവരായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 1-2 ദിവസത്തിനുള്ളിലായിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അതേപോലെ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഉള്ളൊരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ അഡ്വൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവരൊരാളെ വിളിച്ച് വരുത്തുക. നിങ്ങൾ സ്വയം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കവറേജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ വേഗം രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 1 ഇയർ വാറണ്ടി പ്രോബ്ലം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് വാറണ്ടി കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ആ ബ്ലൂ ടാപ്പുകളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത് പേപ്പർ ട്രേ ആണ്, ഇവിടെയാണ് പേപ്പർ വെക്കൽ. അവിടുത്തെ ടാപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇങ്ക് റീഫില്ലിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇങ്ക് റീഫില്ലിംഗ് കഴിയാതെ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ 4 ബോട്ടിലും നമ്മൾ വെച്ചു. ശേഷം ഇങ്ങനെയാണ് ഇങ്ക് റീഫില്ല് ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇങ്ക് റീഫില്ല് നോക്കാം. ആദ്യം നമുക്ക് സിയാൻ റീഫില്ല് ചെയ്യാം. ജസ്റ്റ് സിയാൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ടാങ്കിൻ്റെ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. സിമ്പിളാണ്, വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇങ്ക് റീഫിൽ ആവണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ടാങ്കിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ കണ്ടില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ സിയാൻ്റെ ടാങ്ക് ചെറുതായിട്ട് ഇങ്ക് നിറയുന്ന ഭാഗത്തെല്ലാം ബ്ലാക്ക് കളറായി വരും. ഓക്കെ, പിന്നെ അതിൽ ബോട്ടിൽ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ എയർ ബബിളിൻ്റെ ഫീലിംഗ് ഉണ്ടാവും, ഗ്ലൂ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പം സിയാൻ റീഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് മജന്തയാണ് സിയാന് ശേഷമുള്ള ടാങ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ തന്നെ റീഫിൽ ചെയ്യാം. അപ്പോൾ ഇനി മജന്തൻ്റെ ബോട്ടിലെടുത്തു, ടോപ്പ് ഓപ്പൺ ചെയ്തു. ശേഷം നമ്മൾ ടാങ്കിലേക്ക് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് വെക്കുകയാണ്.
ഈ ഒരു മോഡലിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുമ്പത്തെ മോഡലുകൾക്ക് അറിയാതെ നമ്മൾ മജന്ത കൊണ്ടുപോയി നമ്മൾ സിയാനോ യെല്ലോയിലോ ബ്ലാക്കിലൊക്കെ അങ്ങനെ മാറി വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. ഈ മോഡലിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിൻ്റേതായ കോഡിൽ മാത്രമേ ആ ടാങ്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അതായത് സപ്പോസ് ഇപ്പോൾ മജന്തയിൽ കൊണ്ടുപോയാണ് നമുക്ക് ബ്ലാക്കോ യെല്ലോ സിയാനോ ഒന്നും ഒഴിക്കാൻ കഴിയില്ല. അപ്പോൾ മജന്ത റീഫില്ലായി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് യെല്ലോ ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൺലൈനിൽ നിന്നൊന്ന് ഇങ്ക് മാക്സിമം വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഓൺലൈനിലൂടെ വരുന്ന ഇങ്കൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറൻറ്റിയും കട്ടാവും. നിങ്ങളെ പ്രിൻ്ററിൻ്റെ ഹെഡ്, അതായത് പ്രിൻറ്റിങ് ക്വാളിറ്റിക്ക് പ്രശ്നം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ലോക്കൽ ഇങ്ക് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് പർച്ചേസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓൺലൈനിലായാലും നാട്ടിലെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം 3 കളറും ഫില്ലായി കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ബ്ലാക്ക് ഇങ്ക് റീഫിൽ ചെയ്യുകയാണ്. നമ്മളിതാ സിമ്പിളായിട്ട് ബ്ലാക്ക് ഇങ്ക് റീഫിൽ ചെയ്യുന്നു. അങ്ങനെ റീഫില്ലാവുന്നത് നമുക്കിങ്ങനെ കാണാൻ കഴിയും. കണ്ടില്ല, ഇല്ലാത്ത ഭാഗം വെള്ള കളറായിട്ടും ഇങ്കുള്ള ഭാഗം ചെറിയൊരു വൈറ്റ് കളറിൽ ചെറിയൊരു ഷെയ്ഡിങ് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ക് ലെവൽ ചെക്ക് ചെയ്യുന്നത് ഇതേപോലെ ടാങ്കിലേക്ക് നോക്കിയിട്ട് തന്നെയാണ്. ഓക്കെ, ഒരിക്കലും കമ്പ്യൂട്ടറിലെ ഇങ്ക് ലെവൽ നോക്കരുത്, തെറ്റാണത്. അപ്പം ഏകദേശം 4 ഇങ്കും നമ്മൾ റീഫിൽ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ടാവും, അത് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് റീഫിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് പവർ കോഡ് എടുത്തിട്ട് പ്രിൻ്റർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പവർ കോഡ് പ്രിൻ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് അതേപോലെ ഇൻസേർട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കണക്ട് ചെയ്യുക. ശേഷം പ്രിൻ്റർ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ പ്രിൻ്റർ ഓൺ ചെയ്താൽ കുറച്ച് സെക്കൻഡ്സുകൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലാഷിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടറുമായിട്ട് USB കേബിൾ കണക്ട് ചെയ്യരുത്, പ്രിൻ്റ് കൊടുക്കുകയും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനിയൊരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്, ഒരു പ്രോസസ്സിങ് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഓറഞ്ച് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അടുത്തുള്ള ഈ ബട്ടൺ ഇതാ, അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് ആ ലൈറ്റ് ഓഫായി പവർ ലൈറ്റ് ഓണാവും, പവർ ലൈറ്റ് ഓഫായി ഇതേപോലെ ഈ പ്രോസസ്സിങ് നടക്കും. അത് ഏകദേശം 10 മിനിറ്റ് ഉണ്ടാവും. അതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീൻ ലൈറ്റ് പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കും. ആ സ്റ്റഡി ആയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്റർ റെഡിയാണ്, പ്രിൻറ്റിങ്ങിനും നമ്മൾ പർപ്പസിന് റെഡിയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഡ്രൈവർ സൈഡ് വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് USB കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം USB കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്പോസ് ഞാനിത് ടെസ്റ്റ് എന്നുള്ളൊരു ഇതിങ്ങനെ മാറ്റർ എടുത്തിട്ട് നമ്മൾ സ്കാനറിൽ വെച്ചു. എന്നിട്ട് നമുക്ക് ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ജെറോക്സ് എടുത്ത് നോക്കാം, വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഏകദേശം പേപ്പർ പിക്ക് ചെയ്തു, ഇതാ പേപ്പർ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്, കണ്ടില്ലേ? നമ്മൾ നേരത്തെ വെച്ച മാറ്റർ അതേപോലെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റർ വർക്കിംഗ് ഓക്കെ ആണ്. ഇതേപോലെ ഈ പവർ ലൈറ്റ് ആ ഗ്രീൻ ലൈറ്റ് സ്റ്റഡി നിൽക്കുകയാണെങ്കിൽ പ്രിൻ്റർ വർക്കിംഗ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.